അമ്മ സംഘടനയുടെ പ്രസിഡന്റായി മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ ഇക്കിളിപ്പടങ്ങളിൽ അഭിനയിച്ചു എന്നുള്ള പേരിൽ കേസ് വന്നിരിക്കുന്നു. ഈ ഇക്കിളിപ്പടങ്ങളിൽ അഭിനയിക്കുന്നത് അവർ ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല. ശ്വേതാ മേനോൻ ഒരുപാട് കാലം മുതൽ തന്നെ ഇത്തരം പടങ്ങളിലൊക്കെ അഭിനയിക്കാറുണ്ട്. ആ പടങ്ങളെല്ലാം സെൻസർ ബോർഡിൽ ചെന്ന് സെൻസർ ബോർഡ് അംഗീകാരത്തോടുകൂടി ഇവിടെ പ്രദർശനങ്ങൾ നടത്തിയ സിനിമകളാണ്. എന്നിട്ടും ഇപ്പോഴെന്തേ ഇവരുടെ പേരിൽ ഇങ്ങനെ ഒരു പരാതി വന്നത്? അതിന് കാരണമായി തോന്നുന്നത് അവർ അമ്മ സംഘടനയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ഇതൊരു കേരള രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവമാണ് ഇതിൽ കാണിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെയാണ്. ഏതെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളോ തെരഞ്ഞെടുപ്പുകളോ ഒക്കെ വരുമ്പോൾ സ്ഥാനാർത്ഥികൾക്കെതിരെ ഏതെങ്കിലും സ്ത്രീകളെ വെച്ച് സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ കേസ് കൊടുത്ത് അവരെ പീഡനവീരന്മാരാക്കി മാറ്റി നിർത്തുന്ന ഒരു തന്ത്രം. ഇതേ തന്ത്രം തന്നെയാണ് ശ്വേതാ മേനോനെതിരെയും എടുത്തിട്ടുള്ളത്. അവര് നഗ്ന ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാണ് അവരുടെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത്. അവരുടെ ചിത്രങ്ങൾ കണ്ട് ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകുന്നെന്നും ഒക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പരാതികൾ. ഫോൺ സെറ്റുകളിലൊക്കെ അവരുടെ സീനുകൾ കിടക്കുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അപരാധങ്ങളാണ് അവരുടെ പേരിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ കുറേ കാലം കൊണ്ട് ഇത്തരം സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്. ആ സിനിമകളെല്ലാം സെൻസർ ബോർഡ് അംഗീകരിച്ച് അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുത്താണ് ഈ സിനിമകളെല്ലാം പുറത്തു വരുന്നതും അഭിനയിക്കുന്നതും ഒക്കെ. അല്ലാതെ അവർ വ്യക്തിപരമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ആരെയും വിളിച്ച് അവരോടൊപ്പം സെക്സിന് ഉപയോഗിച്ചതായിട്ടോ അല്ലെങ്കിൽ അവരോട് ഒപ്പം സെക്സ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ടുപോയതായിട്ടോ ഒന്നുമുള്ള ഒരു തെളിവുകളും രേഖകളും ഒന്നുമില്ല. അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും വേശ്യാവൃത്തി നടത്തുന്നതോ വേശ്യാലയങ്ങൾ നടത്തുന്നതായിട്ടോ അതല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു പോൺ സെറ്റൊക്കെ നടത്തുന്നതായിട്ടോ അതേപോലെ തന്നെ അവരുടെ പേരിൽ ഏതെങ്കിലും ചാനലുകളുണ്ടെന്നോ ഒന്നുമുള്ള രേഖകളുമില്ല. പിന്നെ എന്തിനാണ് അവരുടെ പേരിൽ ഇങ്ങനെ ഒരു കേസ്? സിനിമയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ സിനിമയ്ക്ക് അത് അനുയോജ്യമല്ലെന്നെങ്കിൽ അത് സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളയും. ഒരുപക്ഷെ അവർക്ക് സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗങ്ങളൊക്കെ എടുത്ത് ആൾക്കാർ മോർഫ് ചെയ്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാവാം അവരുടെ പേരിൽ ഇങ്ങനെ ഒരു കേസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അവർക്ക് ജാമ്യമില്ലാത്ത രീതിയിലുള്ള കേസുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ അമ്മ സംഘടനയുടെ പ്രവർത്തനവും ഇവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മത്സരിക്കുവാനുള്ള ഇവരുടെ പോക്കുമൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ തന്നെ ഇതിലൊക്കെ ഇപ്പൊ എന്താ ഇത്രയും കാര്യം പറയാനിരിക്കുന്നത്? ഇവിടെ ഇഷ്ടം പോലെ ഫോൺ സെറ്റുകൾ തന്നെ തുറന്നു കിടപ്പുണ്ട്. യൂട്യൂബ് ചാനലിലൊക്കെ ഇഷ്ടം പോലെ ചാനൽ കിടപ്പുണ്ട്. പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ ശ്വേതാ മേനോന്റെ ഇത്തരം കാലും കൈയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇത്രയും കിടന്ന് ബുദ്ധിമുട്ടി ചെന്ന് കയറി കാണേണ്ട ആവശ്യമുണ്ടോ? അവർ തന്നെ പറഞ്ഞെന്ന് അവരുടെ ഏതോ ഒരു സീന് 3 കോടി പേരൊക്കെ കണ്ടു എന്നൊക്കെ ഇവർ പറഞ്ഞെന്ന്. അവരുടെ ഇങ്ങനെയുള്ള ഒരു സെക്സ് സീന് 3 കോടി പേര് കണ്ടിരിക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞു എന്നൊക്കെ പറയുന്നു. ഇതിൻ്റെയൊക്കെ സത്യങ്ങൾ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. യഥാർത്ഥത്തിൽ അവരുടെ സീനുകൾ അത്രയും ആൾക്കാർ മോർഫ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിന്റെ തന്ത്രം തന്നെ എല്ലാവരും എടുത്തു തുടങ്ങി. സ്ത്രീ വിഷയങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ സെക്സ് കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സ്ഥാനാർത്ഥികളെയൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിട്ട് തന്നെയാണിത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആണുങ്ങളൊക്കെ സ്ത്രീ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുടെ പേരിലും പരാതികളായപ്പോഴാണ് ഈ സ്ത്രീകളൊക്കെ മുമ്പോട്ട് വന്നത്. അപ്പോൾ ഈ സ്ത്രീകളെയും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുത്തി അവരെയും ഇതുപോലെ മാറ്റി നിർത്താനുള്ള ശ്രമമായിരിക്കാം. ഇപ്പൊ ദേവനാണ് അടുത്ത ഒരു എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഒന്ന് ദേവനും ഒന്ന് ശ്വേതാ മേനോനുമാണ്. അതിൽ വിജയസാധ്യത എന്ന് പറയുന്നത് ശ്വേതാ മേനോനാണ്. അതുകൊണ്ടാവാം ഇത്തരം കളികളൊക്കെ അവർ കളിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ നോക്കണേ. കേരളത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാലും ഇതാണ് അവസ്ഥ. അപ്പോൾ തന്നെ അയാളുടെ പേരിൽ ഏതെങ്കിലും പെൺപിള്ളേരെ പൊക്കിക്കൊണ്ടുവന്ന് അവൻ പിന്നെ സ്ത്രീ പീഡകനാണെന്നും അതും ഇതുമൊക്കെ പറഞ്ഞ് നമുക്കറിയാലോ. ഈ അടുത്ത കാലത്ത് തന്നെ വടകരയിലൊരു ഇലക്ഷൻ നടന്ന സമയത്ത് അവിടെ എല്ലാവരും ബഹുമാനിക്കുന്ന അമ്മയെപ്പോലെ കരുതുന്ന ഒരു സ്ത്രീയുടെ പടം പോലും മോർഫ് ചെയ്ത് പുറത്തു വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് തരംതാണ് കളിയും കളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരള സമൂഹം മാറിയിരിക്കുന്നു. എങ്ങനെയും ജയിക്കുക, ഏത് തരംതാണ് പ്രവൃത്തി ചെയ്തിട്ടും ജയിക്കുക എന്നുള്ളതായിരിക്കുന്നു ഇവരുടെയൊക്കെ ലക്ഷ്യം. അതിൽ കൂടുതലൊന്നും ഈ ശ്വേതാ മേനോന്റെ കാര്യത്തിൽ കാണേണ്ടതില്ല. കാരണം അവരിന്നും ആദ്യമായിട്ടൊന്നും അല്ല, ഇപ്പോഴൊന്നും അല്ല. കളിമണ്ണെന്ന സിനിമയുണ്ട്. അതിനു മുമ്പ് തന്നെ ഒരുപാട് സിനിമകളിൽ അവരുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് അഭിനയിക്കുന്നത് അവർക്കത് വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. നമുക്ക് ഇപ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളയുമല്ലോ. സെൻസർ ബോർഡ് അംഗീകരിച്ച് പുറത്തുവിടുന്ന സിനിമകളെ ആ സിനിമകൾ പിന്നെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ആൾക്കാർ കാണുന്നതിൽ ഇപ്പം എന്താ പ്രശ്നം? അതിനൊരു സർട്ടിഫിക്കറ്റും കൊടുക്കും. ഇത്ര വയസ്സിന് മേളിൽ ഉള്ള കുട്ടികൾ മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാണ് ഈ സിനിമ പുറത്തു കൊടുക്കുന്നത്. അതിൽ അഭിനയിച്ചതിന് ഇപ്പോൾ എന്താണ് പ്രശ്നമായിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ തുടങ്ങിയ കേരളത്തിൽ ഇനിയിപ്പോൾ എങ്ങനെ പോവുക? ആരെങ്കിലും ഏതെങ്കിലും സ്ഥാനങ്ങൾ
സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ അവരെയൊക്കെ ഇത്തരം അപരാധങ്ങൾ പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ പേരിൽ കേസും കൊടുത്ത് അവരെല്ലാം ഒതുക്കിയിട്ട് നമുക്ക് ആ സംഘടനയെ പിടിച്ചെടുക്കുക എന്നുള്ള ചിന്തയൊക്കൊന്നും നല്ല കാര്യങ്ങളല്ല ഇതൊന്നും. ശ്രോതാ മേനനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സിനിമകളിലൊക്കെ അഭിനയിച്ചത് തന്നെയാണ്. അതിനിപ്പോൾ അത് വേറെ ആരെങ്കിലും ചെയ്തതാണെന്നൊന്നും പറയുന്നില്ല. അവർ തന്നെ അഭിനയിച്ച സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും കൊണ്ട് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാലൊന്നും ഇത് അവരെ ശിക്ഷിക്കാനോ വിധിക്കാനോ ഒന്നും കഴിയില്ല. തൽക്കാലം ഇത്തരം പ്രശ്നങ്ങളിൽ അവരെ പിടിച്ച് കുടുക്കിയിടാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ വേറൊരു സത്യം. അവർ വളരെ ശക്തമായൊരു കഥാപാത്രമുള്ള അല്ലെങ്കിൽ ഒരു ക്യാരക്ടറുള്ള ഒരു സ്ത്രീയാണ്. അവരോടൊന്നും ആരുടെയും അഭ്യാസങ്ങളും നടക്കുന്ന ഒരു സ്ത്രീയല്ല. അവർക്ക് പിന്നെ അഭിനയമാണ്. അഭിനയം അവരുടെ തൊഴിലാണ്. ഒരു കഥാപാത്രത്തിന് വേണ്ടുന്ന രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതിനവർ തയ്യാറുമാണ്. അവരുടെ പ്രസവം പോലും വളരെ വ്യക്തമായിട്ട് അവർ ഷൂട്ട് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടിയുടെ ഷൂട്ടിങ് കണ്ടില്ലായിരുന്നു. ആ പ്രസവമൊക്കെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് അവരുടെ ശരീരഭാഗം കാണിച്ചില്ല, പക്ഷേ ആ പ്രസവിക്കുന്ന രംഗം കാണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ പല കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ്. അതിൽ കൂടുതലൊന്നും ഇതൊരു വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. ശ്രേയാ മേനൻ അങ്ങനെ ഒരാളുമല്ല.